ഒരു വട്ടം കൂടിയെന്നോർമകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നൊരാ നെല്ലി മരമൊന്നൊരുത്തോവാൻ മോഹം. സുപ്പുവിൻ്റെ കുഞ്ഞ് അടുക്കളയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോയുടെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്ന് സുപ്പു അടുക്കളയിലാട്ടോ മീൻ പൊരിക്കുന്നുണ്ട്, മീൻ കറി വെക്കുന്നുണ്ട്. വറ്റയുടെ മാതിരി ഒരു മീൻ, ചെറിയ മീനാട്ടോ, വലിയ വറ്റയല്ല. പറിച്ചിട്ട് കേട്ടോ നിങ്ങൾ വിചാരിക്കും ഓ മുട്ടൻ വറ്റിയായിരിക്കുമെന്ന്. അല്ല, ഒരു ഇത്രയൊക്കെ കാണും കേട്ടോ. അത് നമ്മൾ മുളക് പുളി വയ്ക്കാമെന്ന് വിചാരിച്ചു. അതിനിതേ ചട്ടിയിൽ അങ്ങോട്ടാക്കി പിന്നെ അത് പൊരിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾക്ക് വേണ്ട, 2 മക്കൾക്ക് വേണ്ടി പൊരിക്കാനും വെച്ചിട്ടുണ്ട്. നമുക്ക് ഇന്നലെ രാത്രി മുതൽ കറണ്ട് ഇല്ലായിരുന്നു. ഇന്നലെ പോക്കണോ ഇല്ലാതെ ഞാൻ അങ്ങ് ഉറങ്ങിപ്പോയി. ഇന്നലെ നമ്മുടെ ഡോക്ടർ മാമി ഉണ്ടല്ലോ, ഉറക്ക ഗുളിക തന്നെനിക്ക്. നമ്മുടെ അണ്ണൻ പറഞ്ഞ് എനിക്ക് ഉറക്കമില്ലെന്ന്. അപ്പോൾ ഇന്നലെ ENT ഡോക്ടറെ കാണാൻ പോയായിരുന്നു കേട്ടോ. ENT ഡോക്ടറെ കാണാൻ പോയപ്പം എല്ലാം ചോദിച്ചു, വിവരങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ എനിക്ക് ഉറക്കക്കുറവാണ് കേട്ടോ സത്യം പറഞ്ഞാൽ. അപ്പോൾ ഈ ഉറക്കക്കുറവൊക്കെ ഉള്ളത് കാരണം തലവേദനയും തലയ്ക്ക് വേദനയൊക്കെ ആകെ കുഴപ്പങ്ങളാണ്. പറയുന്നില്ലെന്നേ ഉള്ളൂ, മൊത്തത്തിൽ ഊഹമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചോദിച്ചപ്പോൾ നമ്മുടെ അണ്ണൻ പറഞ്ഞു ഉറക്കമൊന്നുമില്ല. അപ്പോൾ ഉറക്ക ഗുളിക തന്നതാണെന്ന് തോന്നുന്നു. ഇന്നലെ രാത്രി മുതൽ 10 മണി വരെ ഇവിടെ കിടന്ന് ഉറക്കമായിരുന്നു. 2 പേരെയും രാവിലെ ചോറൊക്കെ കൊടുത്തു വിട്ടതിന് ശേഷം ഞാൻ പിന്നെയും പോയി കിടന്നു. ഭയങ്കര ക്ഷീണം, വല്ലാത്തൊരു ക്ഷീണം. ഒരു ഗുളികയുടെ ആയിരിക്കാം. ഗുളിക നമുക്ക് ഉറക്കത്തിന് നന്നായിട്ട് ശരിക്കും ഉറങ്ങാൻ തന്ന ഗുളികയാണെന്ന് തോന്നി. എന്തായാലും പിന്നെ അതൊക്കെ കഴിഞ്ഞു, കാപ്പിയൊക്കെ കഴിഞ്ഞു. ഇത് കുളിച്ച്, കറണ്ടില്ലായിരുന്നു, വെള്ളം ഒരു തുള്ളി ഇല്ലായിരുന്നു. പിന്നെ നമ്മുടെ പഴയ അവിടെയും ടാങ്ക് ഉണ്ടല്ലോ, അവിടെ നിന്ന് വെള്ളം എടുത്തുകൊണ്ട് ഇവിടെ വന്നെല്ലാം ചെയ്യും കേട്ടോ. അപ്പോഴത്തേനും ഞാൻ ഉറങ്ങി എഴുന്നേറ്റപ്പോഴത്തേന് കറണ്ട് വന്നു. വെള്ളമൊക്കെ ചൂടുവെള്ളം ഉണ്ടല്ലോ, ഞാൻ ചൂടുവെള്ളത്തിലാണ് കുളിക്കലേക്കോ കേട്ടോ. അപ്പോൾ അങ്ങനെ തല അവസാനവും കഴുകും. അങ്ങനെ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ആദ്യമേ കുളിക്കുമ്പോൾ തന്നെ തല വെള്ളം കോരി ഒഴിച്ച് നിന്ന് പിന്നെ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേന് നമ്മുടെ തലയിൽ ഒരുപാട് വെള്ളം ഇങ്ങനെ തങ്ങി നിൽക്കും. എനിക്കിപ്പം തലവേദന ഉള്ളതുകൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു തന്നു. ഇപ്പോഴങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അവസാനമാണ് തല കഴുകുന്നത്. അപ്പോൾ നിങ്ങളും അങ്ങനെയൊക്കെ ഇങ്ങനെ തലവേദനയോ സൈനസൈറ്റീസ് ഉണ്ട് എനിക്ക് കേട്ടോ. അപ്പോൾ വിട്ടുമാറാതെ പനിയും തലവേദനയും അതാണ് കാരണം. അപ്പോൾ നമ്മളെല്ലാവരും അങ്ങനെ ചെയ്യണം കേട്ടോ. ഇങ്ങനെയൊക്കെ അസുഖമുള്ളവർ കഥയും പറഞ്ഞു നിന്നത് മീൻ ഒരു വർഷം മൂത്ത് വന്നു കേട്ടോ. അപ്പോഴങ്ങനെ ഞാനങ്ങ് ഉറങ്ങിപ്പോയി. കരത്ത് കൂടെ വന്ന് എന്നെ വിളിക്കുക. വലിയ സാമ്പം വിചാരിച്ച് ഇതൊക്കെ ഒരു അനക്കം ഉണ്ടോയെന്ന് തപ്പിയത് നോക്കിയില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വിളിക്കുമായിരുന്നു അമ്മ. എനിക്ക് പയ്യാങ്കിൽ ഞാൻ കിടക്കത്തുള്ളതെന്ന് അറിയാൻ പറ്റും കേട്ടോ. ഇപ്പം ദേ കല്ല് മൊത്തം അടിച്ച് പൊട്ടിക്കുന്നു. എനിക്കറിയത്തില്ല, ഒരാഴ്ച നിൽക്കുമെങ്കിൽ അമ്മയുടെ തുണികളൊക്കെ അത്രയ്ക്ക് അടിയാണ്. ഈ 14 മാറ്റം മൊത്തം കേൾക്കാം അമ്മയുടെ തുണിയിട്ടൊക്കെ. അങ്ങനെ തുണി കഴുകിക്കൊണ്ട് നിൽക്കുന്നു അണ്ണനും കൊണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ രാവിലത്തെ വിശേഷങ്ങളെ. അപ്പോൾ മീൻ കറി വെക്കണം, മീൻ വറുത്ത് വെക്കണം, നമുക്കൊന്ന് മോരുകറിയുണ്ട്, തോരനും വെക്കണം, പപ്പടവും കാച്ചണം. ഇതൊക്കെയാണ് നമ്മുടെ അടുക്കളയിലെ ഇന്നത്തെ ഉച്ചക്കിടക്കുള്ള വിഭവങ്ങൾ കേട്ടോ. പതിയെ നമുക്ക് അതൊക്കെ അങ്ങോട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾ വരുമല്ലോ, നിങ്ങളിവിടെ വിൽക്കാതെ പോകാൻ കളഞ്ഞിട്ട് പോകലേ. ഉപ്പ് ഒറ്റയ്ക്ക് ഉള്ളേ കേട്ടോ. അപ്പോൾ ഇതായി വരട്ടെ. നമുക്ക് തോരന് തേങ്ങയെല്ലാം മിക്സ് ചെയ്ത് വെച്ചേക്കുക, തട്ടി ഇട്ടാൽ മതി കേട്ടോ. ആയി വരട്ടെ. അപ്പോൾ നമ്മുടെ മീൻ വറുത്തതായി. ഇപ്പുറത്തോട്ട് നമുക്ക് ചട്ടി മാറ്റി വെച്ചിട്ട് നമുക്ക് തോരൻ വയ്ക്കാം കേട്ടോ. തോരന് കടുക് വറക്കാം കേട്ടോ. എളുപ്പമാകുമല്ലോ. എല്ലാം ചെയ്ത് വെച്ചിട്ടാണ് പോയി കുളിച്ചത്. അപ്പോഴേ നമുക്ക് മീൻ വെട്ടി തോരൻ സംഭവങ്ങളെല്ലാം ആക്കി വെച്ചിട്ടാണ് ഞാൻ കുളിക്കാൻ പോയത്. അപ്പോൾ നമുക്ക് വേഗം പണികൾ നടക്കും. നിങ്ങളും അങ്ങനെയൊക്കെയാണോ? അതോ മടിപ്പിക്കുമ്പോൾ ആരാണോ? വേഗം അടുക്കളയിൽ കയറിയാൽ ജോലി ഒതുക്കിയിട്ട് എവിടെയെങ്കിലും ചെന്ന് നിൽക്കണം കേട്ടോ.
മിടുക്കി കൊച്ചുങ്ങൾ അങ്ങനെ ഈ സുപ്പുവിൻ്റെ കൂട്ട് കേട്ടോ. മിടുക്കി പിള്ളേർ അപ്പോഴപ്പോഴും മുളകെടുത്തില്ല, മുളകെടുത്തോണ്ട് വരട്ടെ. ഒരു കടുക് വറക്കാൻ എടുക്കുന്ന മുളക് നിങ്ങൾ കഴുകുമോ അതും കഴുകി എടുക്കാവും കേട്ടോ. ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അടുപ്പയിലാണെങ്കിൽ കടുകിടുമ്പോൾ അവൻ പൊട്ടിത്തെറിക്കാതിരിക്കാൻ വേണ്ടി ഇങ്ങനൊരു പരിക കഴുകി വെച്ചേക്കണം, അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കും. ഇക്കാലത്ത് ഫുള്ള് കുടുങ്ങിയിരിക്കുക കേട്ടോ. പൊട്ടട്ടങ്ങനെ പൊട്ടട്ടെ, പൊട്ടട്ടങ്ങനെ പൊട്ടട്ടെ. ഇങ്ങനൊരു പരിധി അങ്ങ് വെച്ചാൽ മതി കേട്ടോ. അങ്ങനെ ഇല്ലെങ്കിൽ ഇതെല്ലാം എൻ്റെ കണ്ണിന് മുഖത്തും ആവും കേട്ടോ. തോരനങ്ങോട്ടെ സമാധാനമായി, അല്ലെങ്കിൽ ഇത്രയും പൊട്ടി എൻ്റെ മുഖത്തെല്ലാം തെറിച്ച് വന്ന് വീണേനെ പിള്ളേരെ കേട്ടോ കേട്ടോ. മോരെ അരങ്ങിയില്ല കേട്ടോ, അല്ല കട്ടത്തൈര്, കട്ടത്തൈര് അതിൻ്റെ അരങ്ങട്ടോ. അരങ്ങുക മീൻസ് എന്താ, കടയുക, കടയുക മീൻസ് കലക്കുക കേട്ടോ. അങ്ങനെ വേവട്ടെ കേട്ടോ. എളുപ്പം നമുക്ക് പണി തീർത്തിട്ട് എവിടെയെങ്കിലും തന്നെ ഇരിക്കാം. അടച്ചു വെക്കട്ടെ, പാത്രം എടുത്തുകൊണ്ട് വരട്ടെ. അതിനുള്ളത് ഇതിൻ്റെ പാത്രം ഇത് കേട്ടോ. അങ്ങനെ അവർ കൂട്ടുകൂടി വേവട്ടെ അവിടെ നിന്ന് കേട്ടോ. പരിധി അവർക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് തൈര് എടുത്തുകൊണ്ട് വരട്ടെ. തൈര് കലക്കെട്ടങ്ങോട്ട് ഞാൻ ചോപ്പർ കുട്ടനെയും കൊണ്ടാണ് ഒരു ഇങ്ങനെ തൈര് കളയുന്നത് കേട്ടോ. മിക്സിക്കകത്തല്ല, ചോപ്പർ കുട്ടനെയും കൊണ്ടാണ്. വെറുതെ ഇനി സുജാത ചേച്ചിയെ വലിച്ചെടുക്കണ്ടല്ലോ, അവളൊക്കെ സ്വസ്ഥമായിട്ടിരിക്കട്ടെ. ഇതിനകത്ത് ഞാൻ തൈര് കളയുന്നത് എളുപ്പം നമുക്ക് ആയിട്ടിരിക്കും കേട്ടോ. 2 പിടി പിടിച്ചാൽ അടി. ഇടയ്ക്ക് നമ്മുടെ തോരൻ കൂടെ നോക്കണം. തോരൻ നോക്കിയില്ലേ അടി പിടിക്കുന്നില്ലാതെ. എല്ലാവർക്കും നമ്മുടെ കൈ എത്തണ്ടേ അല്ലേ? ഇത് കുറച്ച് വെള്ളം നമ്മൾ ആ കഴുകി കടുക് വറക്കുമ്പോൾ കഴുകി അങ്ങോട്ട് ഒഴിച്ച് കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ടങ്ങോട്ട് വെച്ചാൽ എന്താ എന്തൊരു മണമാണെന്നറിയാമോ കേട്ടോ. ഇച്ചിരി നേരം നമ്മളിങ്ങനെ ആ തൈരിനകത്ത് നമ്മുടെ കറിവേപ്പില ഇട്ട് വയ്ക്കണം. എന്നിട്ട് നമ്മൾ കടുക് വറുത്ത് മോര് കറി ഉണ്ടാക്കണം. എന്ത് മണമെന്നറിയാം, സൂപ്പറാണ് കേട്ടോ. അപ്പോഴേ ഇത് വേവട്ടെ. ഇത് രണ്ടുപേരും വെന്താണെങ്കിലും നമുക്ക് അപ്പുറത്തേനകത്ത് ഞാൻ കത്തിക്കത്തില്ല കേട്ടോ. ഇതിനകത്ത് ഞാൻ കത്തിക്കത്തതേ ഇല്ല. ആയി വരട്ടെ. നമ്മുടെ മീൻകറി വെന്തു, മീൻ വറുത്തതായി, തോരനായി. നമുക്ക് കടുക് വറക്കാം. മോരിന് കടുക് വറക്കാം കേട്ടോ. ചെറിയ ഉള്ളിയും ഇഞ്ചിയും എല്ലാം അങ്ങോട്ട് അരിഞ്ഞിട്ട് നമുക്ക് കടുക് വറക്കാം കേട്ടോ. ചെറിയ ഉള്ളി ഇട്ടില്ലെങ്കിൽ അതിനൊരു സുഖവും കാണത്തില്ല. ഇഞ്ചി പച്ചമുളകല്ലല്ലോ, മറ്റൊരു മുളകും എല്ലാം കൂടെ നമുക്കങ്ങോട്ട് ഒറ്റിപ്പൊടിച്ച് അരിഞ്ഞൊക്കെ അങ്ങോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില എല്ലാം നമുക്കങ്ങോട്ട് ഉരിയാം. സുപ്പിൻ്റെ തോട്ടത്തിലെ കറിവേപ്പിലയാണ് കേട്ടോ. ഇതാണ് കടുക് കുട്ടനെയും എല്ലാവരും നമുക്കൂടെ ഇടാം. പരിച പിടിക്കേണ്ടി വരും. ഇവിടെ പരിച വേണം തോട്ടത്തിലൊന്നും. എന്തൊരു പൊട്ടുന്നത്, എന്നെ ഓടിക്കാനുള്ള പരിപാടി. ഈ അങ്ങോ ഭാഗം കേട്ടോ. അലങ്കരിക്കണമല്ലോ. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി ഇതൊക്കെ ഇട്ട് നമുക്ക് ഇവനെ ഒന്ന് അലങ്കരിച്ചെടുക്കാം.
സെറ്റ് നമുക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും. ഷൂന്ന് കേട്ടോ, പറഞ്ഞില്ലേ കേക്ക് ഒഴിച്ചൂന്ന്. അങ്ങനെ നമ്മുടെ മോര് കറി സെറ്റായി വന്നേക്കാണ്. പപ്പടം കൂടെ കാച്ചിയാൽ മതി. ഇനി എടുത്ത സാധനങ്ങളെല്ലാം തിരികെ വെക്കണം. അപ്പോഴപ്പോഴും തന്നെ തിരികെ വെച്ചാൽ അങ്ങോട്ട് കൂട്ടയടിയും ബഹളമൊക്കെ നടക്കും. അതുകൊണ്ട് അപ്പോഴപ്പോഴും നമുക്ക് എല്ലാം എടുത്ത് അതാത് സ്ഥാനത്ത് വെക്കണം. അങ്ങനല്ലേ മിടുക്കി പെൺപിള്ളേർ? അതവിടെ കളഞ്ഞിട്ട് പോവോ? നിങ്ങൾ പറ. അതാത് സ്ഥാനത്ത് തിരികെ വെക്കേണ്ടതാണ്. എന്നിട്ട് നമ്മുടെ മുളകല്ലല്ലോ, മോര് കൂടി ഒന്ന് ചെറുതായിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. നല്ല പുളിയുള്ള മോര് കറിയാണ്. വെള്ളം ഒഴിച്ചതേ ഇല്ല, ഒരു തുള്ളി. അതൊന്ന് കഴുകി ഒന്ന് ഒഴിച്ചതേ ഉള്ളൂ. അടിപൊളി. കുറച്ച് പാത്രം കൂടെ കഴുകി വെക്കാൻ. അതും കൂടെ കഴിയുമ്പം അടുക്കളയിലെ പരിപാടി കഴിഞ്ഞിട്ട് നമ്മൾ അപ്പുറത്തോട്ട് പോവും. പപ്പടവും കൂടെ കാച്ചി വെച്ചാൽ ഇപ്പോഴേ വെക്കേണ്ട. ഞാനിവിടെ പാത്ത് വന്നു, സരസ് പാത്ത് വന്ന് നോക്കിയപ്പോൾ നമ്മളും പാത്ത് നിൽക്കണ്ടേ? അങ്ങനെയാണ് ഞങ്ങൾ കേട്ടോ. ഇവിടെ എന്താ സാറ്റുകളി ഞങ്ങൾ രണ്ടും കൂടെ ഇവിടെ ഒന്ന് ചൂടാവട്ടെ. നമ്മുടെ മോര് കേട്ടോ, മോര് കറി, പുളിശ്ശേരി മോര് കറി കുറച്ച് മാത്രമുള്ള. അതൊന്ന് കരിയൊക്കെ വെക്കട്ടെ, ഞാൻ സെറ്റാക്കട്ടെ. പരിപാടി കഴിഞ്ഞു. പപ്പടം കാച്ചുന്നത് പിന്നെ ഇപ്പോഴേ കാച്ചണ്ട. അടിപൊളി. നമ്മുടെ പരിപാടികളെല്ലാം കഴിഞ്ഞു. എന്ത് വേഗമായിരുന്നു നമ്മുടെ ജോലിയെല്ലാം തീർന്നത് അല്ലേ? എത്ര വേഗമാണ് നമ്മൾ മിടുക്കികളും ജോലികളൊക്കെ തീർക്കുന്നത്. നമ്മളെ കണ്ടുപിടിക്കട്ടെ എല്ലാവരും അല്ലേ? അപ്പോൾ അവന് നോമ്പ് ചൂടായി വരട്ടെ. ഞാൻ എങ്ങനെയാണോ ഇത് മോര് ചൂടായെന്ന് അറിയുന്നത്? ഇത് ഇങ്ങനെ ചൂടായി കണ്ടോ, ആവി പോകുന്നുണ്ടോ? അതാണ് എൻ്റെ പരിപാടി കേട്ടോ. ഇനി ഞാനിങ്ങനെ തിളയ്ക്കാൻ അനുവദിക്കത്തില്ല. അത്ര ഉളക്കായി. അതാണ് എൻ്റെ പാകം. തവി പൊക്കി നോക്കും, ആവി പറക്കുന്നുണ്ടെങ്കിൽ മോര് കറി ചൂടായി, ഇവിടെ റെഡിയായി. സത്യം ആവി പറക്കുന്നു കേട്ടോ. അറിയാൻ വയ്യാത്തവർ അത് പരീക്ഷിച്ചോളൂ കേട്ടോ. അപ്പോഴും സുപ്പ് കുറച്ച് പാത്രമുണ്ട്, അതൊന്ന് കഴുകി പറക്കി വെക്കട്ടെ കേട്ടോ. പിന്നെ കാണാം. അങ്ങനെ നമ്മുടെ അടുക്കള പണിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ 2-3 ദിവസം കൊണ്ട് ഇവിടെ നമുക്ക് വെയിലെന്ന് പറയുന്നതേ ഇല്ല. സൂര്യൻ ഉദിക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് വെട്ടോ വെളിച്ചോ ഒന്നും പുള്ളിക്കാരൻ തരുന്നില്ല. എന്തോ പിണക്കത്തിലായിരുന്നു, എന്തോ കെറിയിലായിരുന്നു. പക്ഷെ ഇന്നൊരു മിന്നായം പോലെ ഒന്ന് ഉദിച്ചൊക്കെ വന്നിട്ടുണ്ട്. അപ്പോഴും ഞാൻ വേഗം പോയി, ഒത്തിരി തുണി ഉണ്ടായിരുന്നു മേളിൽ ഇങ്ങനെ പറക്കി അടുക്കി വെച്ചേക്കും, വെയിൽ കൊള്ളണമല്ലോ. അപ്പോൾ ഈ 14-ാം വാർഡ് ഫുള്ളെ ഞാൻ ഞങ്ങളുടെ തുണികൾ ഇവിടെ വിരിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ചോറുണ്ടില്ല, അമ്മയ്ക്കും നമ്മുടെ സരസ്വനും ചോറും. അപ്പോൾ ഇനി നമ്മുടെ വീഡിയോ ഒക്കെ അടുക്കി പറക്കി നിങ്ങളിലേക്ക് എത്തിക്കേണ്ടേ, അതിനുള്ള പരിപാടികളാണ് ഇനി. അടുക്കി പറക്കിയൊക്കെ വെക്കണം. അടുക്കി കിടക്കുക, ഞാൻ നമ്മൾ ഓർഡർ അനുസരിച്ച് അത് കിടക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ ഇനി അതിനൊക്കെ ആയിട്ടാണ് ഇരിക്കുന്നത്. രാവിലെ ഉറങ്ങിപ്പോയത് കൊണ്ടാണ് ഈ കുഴപ്പം കേട്ടോ. എന്നാലും നല്ല മാറ്റമുണ്ട്. ആ ഉറക്കം എനിക്ക് ശരിയായിട്ട് കിട്ടിയതുകൊണ്ട് നല്ല മാറ്റമുണ്ട്. തലവേദനിച്ചതേ ഇല്ല കേട്ടോ. ഇതിനെയൊക്കെ ഫുള്ള് തലവേദനയായിരുന്നു, രാത്രിയിലും രാവിലെയൊക്കെ തലവേദനയായിരുന്നു. അങ്ങനെയൊക്കെ കേട്ടോ. അപ്പോഴും നമുക്ക് നല്ലൊരു അടിപൊളി പണ്ടത്തെ നമ്മൾ സ്കൂളിലൊക്കെ പോയ സമയത്ത് ഇപ്പം നമ്മൾ ആ ഒരു പാട്ടൊക്കെ ഇരുന്ന് പാടും കേട്ടോ. അവിടെ ഒന്നും കൂടെ ഒന്ന് പോയി പഠിച്ചാലോ അവിടെയൊക്കെ ഒന്ന് കറങ്ങി നടന്നാലോ ഒക്കെ നമുക്കിപ്പോൾ ഇരുന്ന് തോന്നി. ഈ വയസ്സാം കാലത്ത് നമുക്ക് തോന്നും. നമ്മളെ ഒട്ട് ആരും വിളിക്കുന്നതുമില്ല. ഈ കിളവന്മാരെയും കിളവിമാരെയും ഒന്നും ആരും ഒട്ട് വിളിക്കുന്നതുമില്ല. ഒരു വട്ടം കൂടെ അങ്ങോട്ട് വാടി നമുക്കൊന്ന് കറങ്ങി നടക്കാമെന്ന് ആരും ഒട്ട് പറയുന്നതും ഇല്ല കേട്ടോ. വിളിക്കുന്നുണ്ട്, പക്ഷേ ഞാൻ പോകാത്തത് കൊണ്ടാണ്. അപ്പോൾ നമുക്ക് ആ ഒരു സുന്ദരമായ കവിത നമുക്കൊന്ന് പാടാം. ടെമ്പോയോ ഒന്നുമില്ല, വരികളൊക്കെ കറക്റ്റ് ആണോന്നുമില്ല. എന്തായാലും ഇവിടെ എഴുതി കുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സുപ്പു പാട്ട് പാടാൻ പോവാണ് കേട്ടോ. കൈ അടിച്ച് പ്രോത്സാഹിപ്പിച്ചാണ് കേട്ടോ. എഴുതി വെച്ചേക്കൊന്ന് ദൂരത്ത് നമുക്ക് കാണാൻ ഒക്കത്തില്ല, അതുകൊണ്ടാണ് നമ്മുടെ കണ്ണാടിയൊക്കെ ഫിറ്റ് ചെയ്തത് കേട്ടോ. ആരും ഇല്ലല്ലോ. പശുവിനെയൊക്കെ നല്ലതുപോലെ കെട്ടിയേക്കുകയാണോ, പട്ടിക്കുട്ടന്മാരെയൊക്കെ നന്നായിട്ട് കെട്ടിയേക്കുവാണോ എന്ന് വെച്ചാൽ പാട്ട് കേട്ട് അവന്മാർ കയറും പൊട്ടിച്ച് ചങ്ങലയും പൊട്ടിച്ച് പോകാതിരിക്കാൻ വേണ്ടി കേട്ടോ. അപ്പോൾ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം എൻ്റെ കൂട്ടുകാർ കേട്ടോ. ഒരു വട്ടം
തിരുമുറ്റത്തെത്തുവാൻ മോഹം, തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നൊരാ നെല്ലി മരമൊന്നൊരുത്തുവാൻ മോഹം. അടരുന്ന കായ്മണികൾ പൊഴിയുമ്പോൾ ചെന്നെടുത്തതിലൊന്നു തിന്നുവാൻ മോഹം. ഒരു വട്ടം കൂടി എന്നോർമ്മകൾ നീയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നൊരാ നെല്ലി മരമൊന്നുലുത്തുവാൻ മോഹം. അടരുന്ന കായ്മണികൾ പൊഴിയുമ്പോൾ ചെന്ന് അതിലൊന്നു തിന്നുവാൻ മോഹം. ഞങ്ങളുടെ സ്കൂളിലെ മുറ്റത്താണെങ്കിൽ നെല്ലിയല്ലായിരുന്നു കേട്ടോ, നെല്ലിയല്ലായിരുന്നു, വലിയൊരു ബദാമായിരുന്നു. ഇപ്പോഴും അത് കാണാം, എത്രയോ കാലങ്ങളായി നമ്മൾ അവിടേക്ക് ഒന്ന് പോയിട്ട്. പക്ഷെ വലിയൊരു ബദാം മരമായിരുന്നു. അപ്പോൾ രാവിലെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കള്ളത്തരം ഉണ്ടല്ലോ, ട്യൂഷന് പോകാതെ ഒരു കള്ളത്തരമൊക്കെ കാണിക്കും. ആ കള്ളത്തരം കാണിക്കുന്ന ദിവസം എങ്ങനെയാണോ ഞങ്ങളുടെ ട്യൂഷൻ സാറുണ്ട്, ഞങ്ങളുടെ പ്രിയപ്പെട്ട ബാബു സാറ് മരിച്ചു കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള എൻ്റെ ഒരു ഗുരുനാഥനാണ് കേട്ടോ. ഒരുപാട് സങ്കടം ആയി കേട്ടോ ഞങ്ങളുടെ ആ സാറ് മരിച്ചത് കേട്ടോ. അപ്പോൾ എന്നെ വീട്ടിലൊക്കെ അമ്മയും അപ്പനെയൊക്കെ കാണുമ്പം ഞങ്ങളെയൊക്കെ തിരക്കാറുണ്ടെന്നും അവസാനം കണ്ണിനിച്ച് കാഴ്ചയൊക്കെ കുറഞ്ഞു, അങ്ങനെ കുറച്ച് രോഗാവസ്ഥയിലൊക്കെ മരിച്ചു കേട്ടോ എൻ്റെ പ്രിയപ്പെട്ട ബാബു സാറ്. ഒരുപാട് ഇഷ്ടമായിരുന്നു കേട്ടോ. എന്തൊരു സ്നേഹമായിരുന്നു എന്നറിയാം, കളിയാക്കലും, പക്ഷേ എന്തൊരു സ്നേഹമായിരുന്നു. ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരിക്കും ഞാൻ പറയുന്നത്. എന്നെ ഇരട്ടപ്പേരുകളൊക്കെ ആയിരിക്കും വിളിച്ചത്. അന്ന് മുതലേ മുടിയില്ലെങ്കിലും പൂവൊക്കെ വെച്ചുകൊണ്ടായിരുന്നു ചെല്ലുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കിഷ്ടംപോലെ സാറ് ഇരട്ടപ്പേരൊക്കെ, പക്ഷെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ഇപ്പോഴും മനസ്സിൻ്റെ ഒരു കോണിൽ ഞങ്ങളുടെ ആ പ്രിയപ്പെട്ട സാറിനെ ഞങ്ങൾ ഓർക്കാറുണ്ട് കേട്ടോ. ഒരുപാട് ഇഷ്ടം. അപ്പോൾ സാറ് കാണാതെ നമ്മുടെ ആ ട്യൂഷൻ സെൻറ്ററിന് പകുതി ഇങ്ങനെ കെട്ടിയതാണ്. അപ്പോൾ റോഡിൽ കൂടെ പോകുന്നവരെ നമുക്ക് അവിടെ നിന്ന് കാണാം. അപ്പോൾ സാറ് കാണാതിരിക്കാൻ വേണ്ടി കുടയൊക്കെ പടിഞ്ഞാറ സൈഡിൽ കൂടെ ഞങ്ങൾ പോകുന്നത്, കിഴക്ക് സൈഡിലാണ് നമ്മുടെ ട്യൂഷൻ സെൻറ്റർ. ഇച്ചിരി അകലമുണ്ട്, എന്നാലും നമുക്ക് ആ ട്യൂഷൻ്റെ അവിടെ നിന്ന് നമ്മുടെ റോഡിലോട്ട് നമുക്ക് കാണാം ആളാരാ പോകുന്നത്. അങ്ങനെ കാണാതെ ഇങ്ങനെ കുടയും മറച്ച് പോയിട്ട് ചെല്ലുന്നത് നമ്മുടെ ബദാമിൻ്റെ ചുവട്ടിലായിരുന്നു. എട്ടാം ക്ലാസ്സൊക്കെ കേട്ടോ. ആ സമയത്ത് ഈ ബദാമിൻ്റെ കായ നുള്ളി പറക്കി ഞങ്ങൾ അവിടെ വെച്ച് തല്ലി ഉടച്ച് തിന്നുമായിരുന്നു. എന്തൊരു ടേസ്റ്റാണ് അതല്ലേ. ഇപ്പം ഉണ്ട്, നമ്മുടെ ഇവിടെ അടുത്തുണ്ട്, നല്ല ടേസ്റ്റായിരുന്നു. പെൺപിള്ളേരെ പിടിക്കാൻ സാറ് അങ്ങനെ ഗ്രൗണ്ടിലോ സ്കൂളിലോ വന്നിട്ടില്ല, ആൺകുട്ടികളെ പിടിക്കാൻ സാറ് വന്നിട്ടുണ്ട് കേട്ടോ. ഞങ്ങളെ ഒന്നും അങ്ങനെ വന്ന് ട്യൂഷന് ചെന്നില്ലെന്ന് പറഞ്ഞ് പിടിക്കാനൊന്നും വന്നിട്ട്, പിടിക്കാനൊന്നും എന്താ വഴക്ക് പറയാനോ അടിക്കാനോ ഒന്നും ആൺകുട്ടികളെ തിരക്കി സാറ് വരുമായിരുന്നു കേട്ടോ. അവന്മാർ കള്ളന്മാരല്ലേ, അവന്മാർക്ക് കിട്ടിയിട്ടുമുണ്ട്. നാണക്കേട് കിളവന്മാർ. അന്ന് അടി കിട്ടിയില്ലേ ബാബു സാറിൻ്റെ കയ്യിൽ നിന്ന്, നാണക്കേട് കേട്ടോ. അങ്ങനെ സാറ് ആൺപിള്ളേർ തിരക്കി വരുമായിരുന്നു. ഇവന്മാർക്ക് കളി ഫുട്ബോളും അല്ലാതുള്ള പന്ത് കളിയൊക്കെ ഉള്ള സമയമല്ലേ, അങ്ങനെ പൊക്കാൻ വരുന്നത്. പക്ഷെ ഞങ്ങളെ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല, നമ്മുടെ പൊക്കാനും അങ്ങനെ വന്നിട്ടില്ല സാറ് കേട്ടോ. അങ്ങനെ ഒത്തിരി നല്ല ഓർമ്മകളുണ്ട് നമ്മുടെ ആ സ്കൂൾ ജീവിതത്തിൽ കേട്ടോ. ഒരുപാട് സന്തോഷമുള്ള നിമിഷങ്ങളും നല്ല രസമായിരുന്നു എന്തായാലും. അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ സ്കൂളിൻ്റെ ആണെങ്കിലും കോളേജ് ഗ്രൂപ്പ് എല്ലാം ഉണ്ടല്ലോ. പക്ഷെ ആരും അങ്ങോട്ട്, ഞാനിപ്പോൾ ഈ യൂട്യൂബൊക്കെ തുടങ്ങിയതോടുകൂടി എൻ്റെ പിള്ളേരെ മറന്നു. പക്ഷെ എന്നാലും ഒരുപാട് കൂട്ടുകാരെ തിരക്കി വാട്സപ്പിലെ മെസ്സേജൊക്കെ അയക്കാറുണ്ട്, ഗുഡ് മോർണിംഗും ഒക്കെ എനിക്ക് അയക്കാറുണ്ട്. ഒരുപാട് സന്തോഷം കേട്ടോ. ഒത്തിരി പേര് കല്യാണം കഴിക്കാതെ നിൽക്കുന്നുണ്ട്, ഒത്തിരി പേര് കല്യാണമൊക്കെ കഴിഞ്ഞ് മക്കളെയൊക്കെ കല്യാണം കഴിക്കാറായി. ഞാനൊക്കെ ഒത്തിരി സന്തോഷം കേട്ടോ. എവിടെ വെച്ചാണെങ്കിലും ഞാൻ അങ്ങനെ ചിലപ്പം സമയം കിട്ടുവാണെങ്കിൽ ചില ഗ്രൂപ്പിലൊക്കെ കയറും. സന്തോഷം എല്ലാവരോടും. നമുക്ക് ആരോടും പിണക്കങ്ങളോ ഒന്നുമില്ല കേട്ടോ. ഈ സുപ്പുവിന് ആരോടും പിണക്കങ്ങളും ഇല്ല. ഒത്തിരി ഇഷ്ടം മാത്രമേ. എൻ്റെ പ്രിയപ്പെട്ട ബാല്യകാല സുഹൃത്തുക്കളെ എനിക്ക് ഒരുപാട് ഇഷ്ടം തന്നെയാണ്. ഒരു പിണക്കമോ ഒന്നുമില്ല ആരോടും. അങ്ങനെയല്ല, ആ ഒരു ഇതിലല്ല ഇപ്പോഴാണെങ്കിലും എനിക്ക് ആരോടും ഒരു പിണക്കവും ഇല്ല കേട്ടോ. എനിക്കങ്ങനെ പിണക്കം വെച്ചിരിക്കാനും ഒക്കത്തില്ല. എന്താ ഹൃദയം പൊട്ടി പോകുന്ന ഒരു വേദനയാണ്.
നമുക്ക് മുന്നിൽ അവരുടെ എന്താ ദേഷ്യം പിടിച്ച് അല്ലെങ്കിൽ മോന്ത വീർപ്പിച്ച് കാണുമ്പോൾ നമുക്ക് നെഞ്ച് പൊട്ടും കേട്ടോ. നമുക്ക് അവരല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ അല്ലേ? നമുക്കെല്ലാവരും നമ്മുടെ സ്വന്തക്കാർ തന്നെ. എനിക്ക് ആരോടും ഒരു പിണക്കവും ഒന്നുമില്ല കേട്ടോ. എനിക്ക് അങ്ങനെ പിണക്കം വെച്ചുകൊണ്ടിരിക്കാനും ഒക്കത്തില്ല. കൂട്ടുകൂടാനാണ് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് കൂട്ടുകൂടാൻ ഈ സുപ്പ് വരുന്നത് കേട്ടോ. എന്നെ കളഞ്ഞിട്ട് പോകരുത് ആര് കേട്ടോ. എപ്പോഴും എൻ്റെ കൂടെ വേണം കേട്ടോ. ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ഒരുപാട് കൂട്ടുകാരെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. അത് ഈ 2 കൈയും നീട്ടി സുപ്പ് വാങ്ങിച്ച് സന്തോഷത്തോടെ സ്വീകരിക്കുന്നുണ്ട് ഓരോ ദിവസവും കേട്ടോ. ഒരുപാട് കൂട്ടുകാർ വരുന്നുണ്ട്, നമ്മൾ അങ്ങോട്ടും ചെല്ലുന്നുണ്ട്. ഒത്തിരി സന്തോഷം. ഇനിയുള്ള മുൻപോട്ടുള്ള യാത്രയിലും സുപ്പുവിനൊപ്പം എല്ലാവരും ഉണ്ടാവുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ സുപ്പുവിൻ്റെ കുഞ്ഞു വിശേഷങ്ങൾ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. നാളെ നല്ല വിശേഷങ്ങളുമായിട്ട് സന്തോഷമുള്ള നല്ലൊരു ദിവസം നമുക്ക് നാളെയും ദൈവം തരട്ടെ. നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം കേട്ടോ.